ഞാൻ ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് കണ്ടു തന്നെ ശ്രീനിവാസന്റെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയപ്പോഴാണ്. എൻ്റെ പേര് ജോസഫ് പി ടി, ഇത് ഭാര്യ നാൻസി ജോസഫ്. ഞങ്ങൾ ഒരു ബിസിനസ് ചെയ്യാണ്, ഒരു ഫുഡ് ഫാക്ടറി, ഒരു സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കി ചെറിയ രീതിയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. 2023 മുതലാണ് ഞങ്ങൾ വീട് പണിയതിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. അപ്പം അന്ന് മോന് UK പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ ബിൽഡേഴ്സിനെ നോക്കി. അപ്പോൾ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ക്രിയോ ഹോംസിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മോനോട് സംസാരിച്ച, മോനെ ഇത് നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആഷ്മിക്ക് മെസ്സേജ് അയച്ചു. ആഷ്മി എന്നെ തിരിച്ച് വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് പണിയാനും പ്ലാൻ വരയ്ക്കാനും ഒക്കെ ക്രിയോ ഹോംസിനെ സമീപിക്കുന്നത്. പിന്നെ കിച്ചൺ ആണെങ്കിലും എൻ്റെ ഐഡിയ അനുസരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ തന്നെ എല്ലാം കളറാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് ബഹളങ്ങളോ അങ്ങനെ ഒത്തിരി വലിയ കളറൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എല്ലാം ലൈറ്റ് കളറായിട്ട് നല്ല രീതിയിൽ ചെയ്തു തന്നു. ഞങ്ങൾക്ക് ആക്ച്വലി വീട് പണിയാനുള്ളൊരു ഒരു തോട്ട് വന്ന സമയത്ത് തന്നെ നിർബന്ധമായിരുന്നു നാച്ചുറൽ എയറും ലൈറ്റും മാക്സിമം വീട്ടിൽ കയറുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് കണ്ടു തന്നെ ശ്രീനിവാസന്റെ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട നാച്ചുറൽ എയറും ലൈറ്റും കയറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ മാക്സിമം എയറും ലൈറ്റും കയറുന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. ഇന്റീരിയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സിനോട് പോകുന്നതായിരുന്നു കൂടുതൽ താല്പര്യം. ഒത്തിരി ലൗഡ് ആവുന്നതിനെ പറ്റി വലിയൊരു താല്പര്യം ഉണ്ടായില്ല. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ 4 പേരും കൂടി ഇരുന്നിട്ട് ആരെങ്കിലും സംസാരിച്ച് അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. നമ്മൾ വീട് പണിയാൻ പ്ലാൻ ചെയ്ത സമയത്ത് നല്ലൊരു പ്ലാൻ ആണല്ലോ ആദ്യം വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം അതിന് പറ്റിയ ആപ്റ്റായ ഒരാളെ നോക്കി ഞാനും മമ്മിയും കൂടെ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ക്രിയോൻ്റെ ഒരു ആഡ് കാണുന്നതും മമ്മി കോണ്ടാക്ട് ചെയ്യുന്നതും. അവിടുന്ന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി. അങ്ങനെ 12 ഓഫീസിൽ നമ്മൾ ചെന്നു, മീറ്റിംഗ് നടത്തി, നമ്മുടെ റിക്വയർമെന്റ്സ് പറഞ്ഞു. വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ അമംഗ് ദം ഇസ് ആ സ്വിങ് ചെയ്തേക്കുന്ന ഏരിയയാണ്. ഞാൻ ആക്ച്വലി ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വായിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഫ്രീ ടൈമിലും ടൈം കിട്ടുന്ന സമയത്തും അവിടെ പോയിരുന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് വായിക്കുക, അങ്ങനത്തെ രീതിയിലാണ്. അതിൻ്റെ സൈഡിലൊരു വിൻഡോസും ഉണ്ട്. അപ്പോൾ സ്പെഷ്യലി റെയിനി സമയത്തൊക്കെ ആണെങ്കിൽ അത് തുറന്നിരുന്നിട്ട് അവിടെ നിന്ന് വായിക്കുന്ന ഒരു കോഫിയൊക്കെ ആയിട്ടിരിക്കുന്ന നല്ലൊരു ഫീൽ തന്നെയാണ്. ഇത് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും നമുക്ക് ടിൽ എൻഡ് വരെ എല്ലാ സ്റ്റേജിലും അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല, നമ്മുടെ ഫീൽഡ് ഇതുമല്ല. അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ 100% ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കിട്ടിയേക്കുന്നത്.